السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇംറാനിലെ 145 വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതൻ മാത്രമാണ്. മറ്റുള്ള ദൂതന്മാരൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരണപ്പെടുന്നതാണ്. അത് ആ ഒരു പരമസത്യം ലോകത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ് ഈ വചനത്തിലൂടെ. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതല്ലാത്ത മറ്റൊരു പ്രവാചകൻ ഈ ഭൂമുഖത്ത് തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം മൗഢ്യതരമാണ് എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അതിനെ വിശദീകരിക്കുന്നതിനായിട്ട് കാലാകാലങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികൾ നൂറ്റാണ്ടുകൾ തോറും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഓൾ ദീസ് സേയിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവർ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ടു ദ ഫാക്ട്, ഒരു വസ്തുതയിലേക്കാണ്. ദാറ്റ് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മരണപ്പെടുന്നവരാണ്. ബി ഹിം എ കോമൺ മാൻ, അതൊരു സാധാരണ മനുഷ്യനായാലും ശരി, ഓർ പ്രോഫറ്റ്, അല്ല പ്രവാചകനായാലും ശരി. ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും പ്രവാചകനാണെങ്കിലും എല്ലാ മനുഷ്യരും മരണപ്പെട്ടു പോകുന്നവരാണ് എന്ന വസ്തുതയാണ് ഇത് ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആൻഡ് ദേ ക്ലിയർലി ഇൻഡിക്കേറ്റ്, അതുപോലെ ഇത് വ്യക്തമായ നിലയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ദ ഇമ്പോസിബിലിറ്റി ഓഫ് ജീസസ് അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാമിന് അസാധ്യമാണ്. ബീയിങ് എലൈവ് ഇൻ ദ ഹെവൻസ്, ആകാശങ്ങളിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതും അസാധ്യമായ കാര്യമാണ്. വൈൽ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഇൻ ദിസ് പ്രസൻറ്റ് വേഴ്സ്, കാരണം ഈ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദാറ്റ് ഓൾ പ്രോഫറ്റ്സ് ബിഫോർ ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈഡ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയി എന്ന് അസന്ദിഗ്ധമായി ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ വാർത്ത എവിടെയായാലും എങ്ങനെയായാലും അത് സത്യമായ കാര്യമല്ല. മോറോവർ, ദിസ് വേഴ്സസ് പ്രൊനൗൺസ്ഡ് ബൈ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓൺ ദ ഡെത്ത് ഓഫ് മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മരണത്തോടനുബന്ധമായി ഈ വചനം പാരായണം ചെയ്തതിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വചനം ഉച്ചരിച്ചതോടെ is to make sure, അത് ഉറപ്പിക്കുകയാണ്, that all Muslims understand, എല്ലാ മുസ്ലിങ്ങളും മനസ്സിലാക്കിയിരിക്കണമെന്ന്, that the existence of Islam, ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് does not rely completely on the presence of the Holy Prophet. പരിശുദ്ധ പ്രവാചകൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് അത് പരിപൂർണമായും നിലകൊള്ളുന്നത് എന്ന് ആരും ധരിച്ചു പോകരുത്. അതാണ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രഭാഷണത്തിലൂടെ ലോകത്തെ അറിയിച്ചത്. ഒരു കാരണവശാലും പരിശുദ്ധ പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ ആണ് പരിപൂർണമായ നിലയിലും ഇസ്ലാം ഇനി അവസാനം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാരും വിശ്വസിച്ചു പോകരുത്. ബട്ട് ദാറ്റ് ഇറ്റ് റിലൈസ് കംപ്ലീറ്റ്ലി, പിന്നീട് ഈ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇറ്റ് റിലൈസ് കംപ്ലീറ്റ്ലി ഓൺ ദ യൂണിറ്റി ആൻഡ് ഇമ്മൊറാലിറ്റി ഓഫ് ദ ലോർഡ് ഓഫ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ യൂണിറ്റി ആൻഡ് ഇമ്മൊറാലിറ്റി, അതിലാണ് അമരത്വം, അനശ്വരമായി നിലനിൽക്കുക, ഓഫ് ദ ലോർഡ് ഓഫ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബ്, ദൈവമാരായിരുന്നു, അവൻ്റെ അമരത്വത്തിലാണ്, അവൻ്റെ അനശ്വരതയിലാണ്, അവൻ്റെ ഏകത്വത്തിലാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി അവനാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കാലങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ പിന്തുടർച്ച അവൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ എന്തിനേറെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് ഓരോ നൂറ്റാണ്ടിൻ്റെ തലക്കലും അല്ലാഹു ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിനു വേണ്ടി, മാനവ സമൂഹത്തിനു വേണ്ടി അല്ലാഹു തആല ഓരോ നൂറ്റാണ്ടിലും മുന്നറിയിപ്പുകാരെ നിയോഗിച്ചു കൊണ്ടിരിക്കും. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട്. Then he is to know, അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? that this does not affect Allah in the least but the truth. ഇനി ആരെങ്കിലും if one rejects faith, ഈ വിശ്വാസത്തെ ആരെങ്കിലും അങ്ങ് തിരസ്കരിക്കുക, ഇതൊന്നും അല്ല ശരി, ഈസാ അലൈഹിസ്സലാം ആകാശത്തോട് ഇനി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ അങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്നത്, if one rejects faith after the demise of the Prophet of Islam, ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ മരണശേഷം ഈ വിശ്വാസത്തെ ആരെങ്കിലും ത്യജിക്കുകയാണെങ്കിൽ then he is to know, അപ്പോൾ അവൻ അറിഞ്ഞിരിക്കട്ടെ, that this does not affect Allah in the least, അത് അള്ളാഹുവിനെ ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല. ഇനി ആരെങ്കിലും ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വിശ്വാസധാരയൊന്നും അള്ളാഹുവിന് ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ്, സത്യം ഇതാണ്, ദാറ്റ് ഹി ഹാംസ് ഹിസ് ഓൺ സോൾ, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നതിലൂടെ. ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മീയ ആചാര്യന്മാർ ജീവിച്ചിരിക്കുന്നു, അവർ ഭൂമുഖത്ത് മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം ആരെങ്കിലും വെച്ച് പുലർത്തുന്നുവെങ്കിൽ ഹി ഹാംസ് ഹിസ് ഓൺ സോൾ, അവൻ അവൻ്റെ ആത്മാവിനാണ് ദോഷം വരുത്തുന്നത്. വെൻ ഹി റിജക്ട്സ് ഫെയ്ത്ത്, യഥാർത്ഥമായ വിശ്വാസത്തെ അവൻ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദസ് ഇൻ ദ ഹിയർ ആഫ്റ്റർ, അങ്ങനെ ഈ ലോക ജീവിതത്തിന് ശേഷം ഹിസ് ചാസ്റ്റിസ്മെന്റ് ഷാൽ ബി ഗ്രീവിയസ്, അവനുള്ള ശിക്ഷ അതികഠിനമായിരിക്കും ഈ വിശ്വാസം ഇങ്ങനെ വെച്ച് പുലർത്തിയതിന്. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും, അതൊരു സാധാരണ മനുഷ്യനാകട്ടെ അങ്ങേയറ്റം ഉയർച്ചയിലെത്തിയ പ്രവാചകനാകട്ടെ, എല്ലാവരും മോർട്ടലാണ്, മരണപ്പെട്ടു പോകുന്നവരാണ്. ആ വിശ്വാസം നമ്മളിലുണ്ടായിരിക്കണം.
അതല്ലാതുള്ള വിശ്വാസം വെച്ച് പുലർത്തുകയാണെങ്കിൽ അവർക്ക് പാരത്രിക ലോകത്ത് വെച്ച് അതികഠിനമായ നിലയിലുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. എല്ലാം നേരത്തെ അഡ്വാൻസായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അല്ലാഹ് ഷാൽ റിവാർഡ് ഹാൻഡ്സംലി ദോസ് ഹു ആർ ഗ്രേറ്റ്ഫുൾ. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് ആരാണോ അവർക്ക് അള്ളാഹു ഷാൽ റിവാർഡ് ഹാൻഡ്സംലി, ഉദാരമായി അള്ളാഹു താല പ്രതിഫലം നൽകുന്നതാണ്. ദാറ്റ് ഈസ് ദോസ് ഹു ഹാവ് സിൻസിയർ, അതായത് അവർ നിഷ്കളങ്കമായ നിലയിൽ, ആൻഡ് സോളിഡ് ഫെയ്ത്ത്സ് ഇൻ ഹിം, അവനിൽ ദൃഢമായ വിശ്വാസം വെച്ച് പുലർത്തുവാൻ, ആൻഡ് ഹിസ് പ്രൊഫറ്റ്സ്, അവൻ്റെ പ്രവാചകനിലും, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും ദൃഢമായ നിലയിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന നിഷ്കളങ്കരായ ആളുകൾക്ക് അള്ളാഹു താല ഉദാരമായി എന്ത് ചെയ്യും? പ്രതിഫലങ്ങൾ നൽകും. അള്ളാഹു ഷാൽ റിവാർഡ്. ദ ഗ്രേറ്റ്ഫുൾ ബിലീവർ അക്സെപ്റ്റ്സ്, നന്ദിയുള്ള വിശ്വാസി അംഗീകരിക്കുന്നു ദ ഫാക്ട്സ്, ആ വസ്തുത, ദാറ്റ് അല്ലാഹ് സെൻസ് എ മെസ്സഞ്ചർ, അള്ളാഹു താല ഒരു ദൂതനെ അയച്ചു കൊണ്ടിരിക്കുന്നതാണ്, ടു ഗൈഡ് ഹിം ഇൻ ദ റൈറ്റ് പാത്ത്, അവനെ നേർപാതയിൽ നയിക്കുന്നതിന്. അപ്പോൾ ഒരു വിശ്വാസി, നിഷ്കളങ്കമായ ഒരു വിശ്വാസി തന്നെ നേർവഴിയിൽ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു താല ഒരു വഴികാട്ടിയെ നിയോഗിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നവനാണ്. ഹീ പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ അല്ലാഹ്, അവൻ്റെ ആ വിശ്വാസം അത് അവൻ അള്ളാഹുവിൽ അർപ്പിക്കുന്നു. ഹീ പുട്ട്സ് ഹിസ് ട്രസ്റ്റ്, ആ കാര്യം അവൻ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നല്ലോ, ഇതിന് സിറാത്തൽ മുസ്തഖീം, എന്നെ നീ നേർവഴിയിൽ നയിക്കണമേ. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? അത് അള്ളാഹു താല ആ വിശ്വാസിക്ക്, ആ നിഷ്കളങ്ക വിശ്വാസിക്ക് ചെയ്തു കൊടുത്തിരിക്കും. ഹീ പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ അല്ലാഹ് ആൻഡ് റെക്കഗ്നൈസ് ദിസ്, ഇതവൻ അംഗീകരിക്കുന്നു. ഫേവർ ഓഫ് അല്ലാഹ്, അള്ളാഹു താല അവൻ്റെ ഒരു അനുഗ്രഹമാണ്, അത് അവൻ തരും എന്നുള്ളത് അവൻ അംഗീകരിക്കുന്നു. ആൻഡ് ഡസ് എവറിതിങ് ഇൻ ഹിസ് പവർ ടു ഹെൽപ്പ് ദ കാസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ കഴിവിൽപ്പെട്ട എന്ത് പ്രവൃത്തി ചെയ്യുവാനും അവൻ സദാ തയ്യാറായിരിക്കും. ആൻഡ് ഡസ് എവറിതിങ്, എല്ലാം ചെയ്യുന്നതാണ്, ഇൻ ഹിസ് പവർ, അവൻ്റെ കഴിവിൽപ്പെട്ട, ടു ഹെൽപ്പ് ദ കാസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ ദീനിനെ സഹായിക്കുവാനായി. ത്രൂ ഹിസ് ഡിവോഷൻ ടു ഇസ്ലാം, ആ ഇസ്ലാമിനോടുള്ള അവൻ്റെ ഭക്തിയാണത്. ആൻഡ് ദ ചോസൻ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതനോടുള്ള ഭക്തിയാണ്. ഈച്ച് ടൈം അള്ളാഹ് സെൻസ് ഓൺ ടു ഈ എർത്ത്, ഓരോ പ്രാവശ്യവും ഓരോ സമയത്തും അതിൻ്റെ സമയാസമയങ്ങളിൽ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടിരിക്കും. ആസ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമാനുസൃതമായ ഒരു പ്രതിനിധിയായിട്ടായിരിക്കുമെന്ന്. അള്ളാഹുവിൽ നിന്ന് നിയമാനുസൃതമായ ഒരു പ്രതിനിധിയായിട്ട് വരണമെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് നിന്നെ ഞാൻ ഇതുപോലെ നിയമാനുസൃതമായ പ്രതിനിധിയാക്കിയിരിക്കുകയാണ് എന്ന് പറയണം. അത് ആ ആൾ അപ്രകാരം പറയും. ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അള്ളാഹു താല മാനവകുലത്തിന് ഗൈഡൻസിനായിട്ട് നിയോഗിച്ചു കൊണ്ടിരിക്കും. അത് നൂറ്റാണ്ടുകളിലൂടെ ഖിയാമത്ത് നാൾ വരെ തുടരുന്നതുമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നും അല്പം പോലും മാറിപ്പോകാതെ വിശ്വാസ സംരക്ഷണം നടത്തുന്നതിനായിട്ട് വിശുദ്ധ ഖുർആനെയും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും മുറുകെ പിടിക്കുവാനാണ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉപദേശിച്ചത്, മാനവകുലത്തോട് ഉപദേശിച്ചത്. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനും സാക്ഷിയുമായ അള്ളാഹു തആലയെ മാത്രമാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളായിട്ട് നൂറ്റാണ്ടുകളിലൂടെ വരുന്ന പ്രവാചകന്മാരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നതിന് പര്യാപ്തമായ ജീവിതക്രമങ്ങൾ ആചരിച്ചുകൊണ്ട് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും
അവൻ്റെ പ്രതിനിധികളായിട്ട് അവൻ്റെ ഏറ്റവും നല്ല ദാസന്മാരായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുള്ള അഹ്സനുൽ ജസാഖ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ജസാക്കുമുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.